നമസ്കാരം. മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക 4800 രൂപയും സബ്സിഡി ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ശമ്പളവും എല്ലാം തന്നെ സംസ്ഥാനത്ത് വിതരണം ഇപ്പോൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം. സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളും സബ്സിഡി സ്കീമുകളെല്ലാം തന്നെ ഇപ്പോൾ നിലച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പിൻവലിക്കുന്നതിനെല്ലാം തന്നെ നിയന്ത്രണം വന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തിക ഞെരുക്കത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് ഇപ്പോൾ ആ ആശ്വാസ വാർത്ത വന്നെത്തിയിരിക്കുകയാണ്. 13,600 കോടിക്ക് കൂടി കടമെടുക്കുന്നതിന് കേന്ദ്രം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിലാണ് കേന്ദ്രം ഈ നിലപാട് അറിയിച്ചത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളമെന്നും പെൻഷനും അതുപോലെ തന്നെ ശമ്പളവും പോലും കൊടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും സുപ്രീം കോടതിയിൽ കേരളം വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ തുക കടമെടുക്കുവാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നൽകുന്നത്. ഇതോടെ കേരളത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന സ്ഥിതി വരുന്നതായിരിക്കും. ലോക്സഭാ ഇലക്ഷന് മുൻപ് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം കൊടുക്കാനും സാധിക്കുകയും ചെയ്യും. കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഇനിയും സഹായം കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച തുടരാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടെ ശമ്പള പ്രതിസന്ധിയും തീരുന്നതായിരിക്കും. 26,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നതായിരുന്നു കേരളം സുപ്രീം കോടതിക്ക് മുമ്പിൽ വെച്ച നിർദ്ദേശം. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യത്തിലാണ് കേരളത്തിന് ഇപ്പോൾ ആശ്വാസമുണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കെ 13,600 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകുകയായിരുന്നു. കേന്ദ്രം നിർദ്ദേശിച്ച 13,600 കോടി സ്വീകാര്യമാണെന്ന് കേരളം അറിയിക്കുകയും ചെയ്തു. വാദത്തിനിടെ കേന്ദ്ര സർക്കാർ പറയുന്ന തുക വാങ്ങിക്കൂടെയെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഈ തുക വാങ്ങാമെന്ന് വ്യക്തമാക്കിയ കേരളം എന്നാൽ 15,000 കോടി രൂപ കൂടി വേണ്ടിവരുമെന്നും കേരളത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ കപിൽ സിബൽ വാദിക്കുകയുണ്ടായി. ബാക്കി തുകയ്ക്ക് കേരളവും ചർച്ച ചെയ്യുവാനായിട്ടും കോടതി നിർദ്ദേശം നൽകി. കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി ഇടപെടരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. കേരളത്തിൻ്റെ ഹർജിയിലെ എല്ലാ ആവശ്യങ്ങളും തീർപ്പാക്കാൻ സമയം എടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. കോടതിക്ക് എത്ര ഇതിൽ ഇടപെടാൻ കഴിയും എന്ന് പരിശോധിക്കും. 26,000 കോടി രൂപ കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുവദിക്കണമെന്നതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. കേന്ദ്ര സർക്കാർ പണം നൽകണമെന്നതല്ല സംസ്ഥാനത്തിൻ്റെ ആവശ്യമെന്നും വാദത്തിനിടെ കേരളം വ്യക്തമാക്കി. കടമെടുക്കാൻ അനുമതി നൽകണം എന്നതാണ് പ്രധാന ആവശ്യം. ഒരു കാലത്ത് 98% വരെ കടമെടുപ്പിനായിരുന്നു കേന്ദ്രത്തെ ആശ്രയിച്ചത്. ഇപ്പോൾ 3% താഴെ മാത്രമാണ് ആവശ്യം ഉന്നയിക്കുന്നത്. സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടവും സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയാണെന്നും കേരളം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 12,000 കോടി രൂപ സമാഹരിക്കുവാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്നും കേരളം വ്യക്തമാക്കി. കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ധനക്കമ്മി താരതമ്യം ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. രണ്ടും വ്യത്യസ്തമാണ്. ചർച്ചയിൽ പോസിറ്റീവ് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. കേരളം ഹർജി പിൻവലിക്കണം എന്ന ഉപാധിയെ കേന്ദ്രം ന്യായീകരിച്ചു. ഹർജി പിൻവലിക്കുവാൻ ആവശ്യപ്പെട്ടതിനെ ജസ്റ്റിസ് KV വിശ്വനാഥൻ വിമർശിക്കുകയുണ്ടായി. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി എന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. പെൻഷൻ അതുപോലെ തന്നെ ക്ഷാമബത്ത ആനുകൂല്യങ്ങൾ തുടങ്ങിയവ നൽകാൻ പണമില്ല. ഓവർഡ്രാഫ്റ്റിൻ്റെ സാഹചര്യമാണ് ഉള്ളത്. ശമ്പളം നൽകാനുള്ള പണം മാത്രം കയ്യിലുണ്ടെന്നും കേരളം അറിയിച്ചു. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി ഹർജി നൽകാനുള്ളത് എല്ലാവരുടെയും അവകാശമാണെന്ന് നിരീക്ഷിക്കുകയുണ്ടായി. കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഓരോ സംസ്ഥാനങ്ങളുടെയും ബജറ്റ് പരിഗണനകൾ വ്യത്യസ്തമാണ്. സംസ്ഥാനങ്ങളുടെ വരുമാനം കുറവാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുണ്ട്. സംസ്ഥാന ബജറ്റിനെ നിയന്ത്രിക്കുവാൻ കേന്ദ്രത്തിന് കഴിയുകയുമില്ല. സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് അനുസരിച്ചാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടെന്നും കേരളം വാദിക്കുകയുണ്ടായി. ഏതായാലും ഇത്തരത്തിലൊരു അനുകൂല നിലപാട് ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളും സബ്സിഡി സഹായങ്ങളും എല്ലാം തന്നെ ശമ്പളവും അടക്കം എല്ലാം തന്നെ മുടങ്ങാതെ എല്ലാവർക്കും എത്തിച്ചേരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.